ഗൈസ്, സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിഡ് നൈറ്റ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു, എത്ര ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കണം ഒരു ദിവസം A+ കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. അതുപോലെ നമ്മളിട്ട പോളിൽ സ്റ്റഡിയും അതുപോലെ മോട്ടിവേഷനിലും കൂടുതൽ മോട്ടിവേഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അതിൻ്റെ പാട്ടിന് പോട്ടെ, നമുക്ക് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ എത്ര ചാപ്റ്റേഴ്സ് വെച്ച് വൺ ഡേ നമ്മൾ പഠിക്കണം A+ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചതിന് റിപ്ലൈ കൊടുക്കാം. അതായത് നമ്മളൊരു ദിവസം നമ്മളിപ്പോൾ ഒരു 10 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും A+ കിട്ടും എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക്, അതായത് നമ്മൾ എഫേർട്സ് ഇടുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കണ്ട, എഫേർട്സ് ഇടുക. അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം നമുക്കൊരു 5 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി നമ്മളത് വൃത്തിക്ക് പഠിക്കുക. ആ ഒരു 5 ചാപ്റ്റേഴ്സ് നമ്മൾ വൃത്തിക്ക് ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്റേഴ്സ് സിമ്പിളായിരിക്കും. അതുപോലെ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതാനും പെർഫോം ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരും. അതുപോലെ ഇപ്പോൾ ഞാനൊരു 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡേ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നിക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ അതിനേക്കാളും, അതായത് 5 ചാപ്റ്റേഴ്സിനേക്കാളും കൂടുതൽ പഠിക്കാൻ പറ്റുന്നവരും ഉണ്ടാവും, അതുപോലെ കുറവ് പഠിക്കാൻ പറ്റുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരവർക്കല്ലേ അറിയൂ അവരവരുടെ പ്രിഫറൻസസും ചോയ്സസും എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തിയിട്ട് അനലൈസ് ചെയ്തിട്ട് പ്ലാൻ ഉണ്ടാക്കി സെറ്റായിട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെ ഈ ഒരു 3 സബ്ജക്റ്റ് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. കുറച്ച് പേർക്കെങ്കിൽ അത് യൂസ്ഫുള്ളായിട്ട് മാറുന്നതായിരിക്കും. പിന്നെ മോട്ടിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സംഭവം. അതായത് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ സ്ട്രെസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ സംഭവമാണ്, നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിച്ച് അങ്ങ് ചെയ്യുക. അതുപോലെ നമ്മുടെ റിസൾട്ട് എപ്പോൾ നമ്മൾ കിട്ടുമോ ഇല്ലയോ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എപ്പോഴും റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മൾ എഫേർട്ട് ഇടുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക, കിട്ടുന്നത് കിട്ടട്ടെ. എല്ലാവർക്കും ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ ചിലവർക്ക് ഹിസ്റ്ററി പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മാത്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളാണ് തീർക്കേണ്ടത്, വേറെ ആരും നമുക്ക് വേണ്ടി ചെയ്തിരുന്നില്ല. അപ്പം നമ്മൾ ആ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് ആ ഒരു തെറ്റ് തിരുത്തുക, അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, ബാക്കി റിസൾട്ട് നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നണേ ഷെയറും കൂടി ചെയ്യുക. ബൈ ബൈ.